Evening. Good evening. Can you please introduce yourself? Hi, I am Ben. 10th വരെ ലൂർദിലാണ് പഠിച്ചത്. +1 ഞാൻ NSS പഠിച്ചു. ഏതായിരുന്നു സബ്ജക്ട്സ് in +1 and +2? +1 ഞാൻ ബയോമാക്സ് ആണ് ചൂസ് ചെയ്തത്. Okay. Which was your favorite? ഫിസിക്സ് ഇഷ്ടമാണ്, മാത്സും ഇഷ്ടമാണ്. Now what's your future plan? ഞാൻ ഇപ്പോൾ ജർമ്മൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ജർമ്മനി പോകാനാണ് എൻ്റെ ഫ്യൂച്ചർ പ്ലാൻ. എന്തിന്? Why Germany? അവിടെ ചെന്ന് മെക്കട്രോണിക്സ് ഓസ്ബുളും ചെയ്യാനാണ്. What is that called? എന്നാ പറഞ്ഞേ? മെക്കട്രോണിക് ഓസ്ബുളും. Okay. What do you mean by Ausbildung? ഓസ്ബുളും ഒരു വൊക്കേഷണൽ ട്രെയിനിങ് പ്രോഗ്രാമാണ്. നോൺ EU ആയിട്ടുള്ള സ്റ്റുഡൻസിനും പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് ഇവിടുന്ന് കുറേ സ്റ്റുഡൻസ് നഴ്സിംഗിനാണെങ്കിലും മെക്കട്രോണിക്സ് ആണെങ്കിലും ഏത് ഫീൽഡിലോട്ടാണെങ്കിലും അവിടെ ഓസ്ബുളും ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു പ്രോഗ്രാമിൽ നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു കംപ്ലീറ്റ് യുവർ B1 and B2 ഇൻ ജർമ്മൻ ലാംഗ്വേജ്. അതെ ആണോ? അതെ. ഓക്കെ. +2 ഒരു മിനിമം റിക്വയർമെന്റ് ആണ്. എന്നുവെച്ചാൽ 60% എബോവ് ഉള്ള സ്റ്റുഡൻസിന് മാത്രമേ അത് പോകാനും പറ്റുള്ളൂ. ഓക്കെ. 10th മാർക്കുമായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? ഇല്ല, 10th മാത്രം ഒരു കണക്ഷനും ഇല്ല. ഓക്കെ. പിന്നെ B2 ലെവലുള്ള ലാംഗ്വേജ് പ്രൊഫഷൻസ് കൂടെ വേണം. ഓക്കെ. വി ഹാവ് ടു പാസ് ഇൻ +2 60%. പിന്നെ A1 A2 B1 B2 കംപ്ലീറ്റ് ചെയ്യണം. പിന്നെ ഏത് കോഴ്സ് എടുക്കാനാണ് പോകുന്നത്? മെക്കട്രോണിക്സ് ആണ് ഞാൻ ഇവിടെ. വൈ നോട്ട് നഴ്സിംഗ്? ഇവിടുന്ന് എല്ലാവരും പോകുന്നത് നഴ്സിങ്ങിനല്ലേ? എനിക്ക് നഴ്സിങ്ങിനോട് താല്പര്യമുണ്ടോ ചോദിച്ചാൽ താല്പര്യമുണ്ട്. എന്നാലും എനിക്ക് ടെക്നിക്കലായിട്ടുള്ള ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യാനാണ് താല്പര്യം. നഴ്സിങ്ങിന് ഇവിടുന്ന് ഒത്തിരി പിള്ളേർ പോകുന്നുണ്ട്. അപ്പോൾ അവർ എത്ര നാൾ കഴിയുമ്പോഴാണ് ഒരു ഫുള്ളി ഫ്ലെഡ്ജ് നേഴ്സ് ആകുന്നത്? ആൻഡ് മെക്കട്രോണിക്സ് ആണെങ്കിൽ എപ്പോഴാണ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്നത്? 3 വർഷമേ ഉള്ളൂ. 3 വർഷം കൊണ്ട് നമുക്ക് ഓസ്ബിളും കംപ്ലീറ്റ് ചെയ്യാം. ഓസ്ബിളും കംപ്ലീറ്റ് ചെയ്താൽ ഉടനെ നമുക്ക് അവിടെ ജോലി കിട്ടും. അവിടുത്തെ ഗവൺമെൻറ് തന്നെ നമുക്ക് ജോലി പ്രൊവൈഡ് ചെയ്യും. അവിടെ നമുക്ക് ജോലി കയറാം. പക്ഷേ ഈ പഠിക്കുന്ന സമയത്ത് മുഴുവൻ നിങ്ങൾക്ക് സ്റ്റൈഫൻറ്റും ഉണ്ട്? സ്റ്റൈഫൻറ്റും ഉണ്ട്. നമുക്ക് നമ്മളിവിടെ പ്രാക്ടിക്കൽ ചെയ്യുന്നതെല്ലാം നമുക്ക് സ്റ്റൈഫൻ്റ് ആയിട്ട് അതിൻ്റെ സാലറി ആയിട്ട് നമുക്ക് കിട്ടും. നമ്മുടെ ഈ പ്രോഗ്രാമിൽ എത്ര നമുക്ക് സ്റ്റൈഫൻറ്റ് കിട്ടുന്നത് സ്റ്റുഡൻസിന്? സ്റ്റൈഫൻറ്റ് ഒരു മിനിമം നമുക്ക് 1 lakh അടുത്ത് കിട്ടും. ദാറ്റ്സ് ഗുഡ്. സാധാരണക്കാരായ സ്റ്റുഡൻസിന് ഇത് ഡ്രീം ചെയ്യാൻ പറ്റുമോ? പറ്റും. അത് സാധാരണക്കാരുള്ള എല്ലാവർക്കും പറ്റും. അങ്ങനെ നമുക്ക് ചിലവാകുന്നതെന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഏജൻസി വഴിയാണ് പോകുന്നെങ്കിൽ ഏജൻസി ഫീസ് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാനുള്ള ഒരു എമൗണ്ടേ വരുന്നുള്ളൂ. അല്ല ഓസ്ബിളിങ്ങിന് വേണ്ടിയിട്ട് ഒരു ബ്ലോക്ക്ഡ് അക്കൗണ്ട് കാണിക്കേണ്ട ആവശ്യമില്ല. ബെൻ പറയുന്നത് ഒരു 18ാമത്തെ വയസ്സ് മുതൽ 1 ലക്ഷം രൂപ നമുക്ക് കിട്ടും. 18 വയസ്സിൽ നമ്മൾ അവിടെ ജർമ്മനി ചെല്ലുന്നെങ്കിൽ ക്ലാസ് തുടങ്ങി കഴിഞ്ഞൊരു ഫസ്റ്റ് മന്ത് തൊട്ട് തന്നെ സ്റ്റൈഫൻഡ് കിട്ടാൻ തുടങ്ങും. ദാറ്റ്സ് ബ്യൂട്ടിഫുൾ. നമ്മൾ അവിടെ പോയതിന് ശേഷം നമ്മൾ ഇൻ്റർവ്യൂ ചെയ്തല്ലേ അവരെടുക്കുന്നത്? സോ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ആണോ അപ്പോൾ ആ ബേസ് ലെവല്? മെയിനായിട്ട് നോക്കുന്ന കമ്മ്യൂണിക്കേഷനാണ്. എഫിഷ്യൻസിയും കൂടെ അവർ നോക്കിയിട്ട് നമ്മളെ സെലക്ട് ചെയ്തോളൂ. 8ലോ 9ലോ ഒക്കെ പഠിക്കുന്ന കുട്ടികൾ അവരോടുള്ള അഡ്വൈസ്? 18 years കഴിഞ്ഞ് പഠിക്കാൻ ഒരു എക്സ്ട്രാ ഒരു 1 year ഒരു ലാഗ് ആകും നമ്മൾ ജർമ്മനി ചെല്ലാനായിട്ട്. അതുകൊണ്ട് ഇപ്പോൾ ചെറുപ്പത്തിൽ നമ്മൾ ജർമ്മൻ പഠിക്കുവാണെങ്കിൽ എക്സ്ട്രാ ഒരു ലാംഗ്വേജ് നമുക്ക് അവിടെ കിട്ടും. അതിനോടൊപ്പം തന്നെ നമുക്ക് വേണമെങ്കിൽ 18 years കഴിഞ്ഞ ഉടനെ നമുക്ക് വേണമെങ്കിൽ കയറി പോവുകയും ചെയ്യാം. സോ ബെൻ പറയുന്നത് ജർമ്മൻ ലാംഗ്വേജ് ഹൈസ്കൂളിൽ തന്നെ പഠിക്കാൻ? ഹൈസ്കൂളിൽ തന്നെ പഠിക്കുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും അത്. ഓൾ റൈറ്റ്. സോ അവരുടെ ഒരു ബ്രെയിൻ ഡെവലപ്പ് ചെയ്യുന്നതിന് കൂടെ തന്നെ നമുക്കൊരു ലാംഗ്വേജ് മനസ്സിലാക്കാനും സാധിക്കും. +2 കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് ജർമ്മനിലേക്ക് പോകാനും സാധിക്കും. ഈ ഒരു ബ്യൂട്ടിഫുൾ ലാംഗ്വേജ് പഠിച്ചാൽ നമ്മൾ 18 വയസ്സാകുമ്പോൾ ഇൻഡിപെൻഡൻ്റ് ആവുകയാണോ? അതെ, 18 വയസ്സാകുമ്പോൾ നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആവുക. അവിടെ ചെന്ന് നമുക്ക് ഈ 3 കൊല്ലത്തെ കോഴ്സ് കഴിഞ്ഞിട്ടും നമുക്ക് പിന്നെയും പഠിക്കാവോ? ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് നമുക്ക് പിന്നെയും പഠിക്കാം. പിന്നെ നമുക്ക് യൂണിവേഴ്സിറ്റിയിൽ കയറാൻ പറ്റും. ബാച്ചിലേഴ്സ് ഡിഗ്രി എടുക്കാം. അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് PG വേണമെങ്കിൽ PG അത് കഴിഞ്ഞിട്ട് എടുക്കാം. 8 അല്ലെങ്കിൽ 7 years കൊണ്ട് ഫുൾ കരിയർ നമുക്ക് സെറ്റ് ആക്കാൻ പറ്റും. സൂപ്പർ. ജർമ്മനിയിലേക്ക് പോകാൻ തന്നെയുള്ള ആ ഡ്രൈവ് എന്തുകൊണ്ടായിരുന്നു? അവിടുത്തെ കൾച്ചർ നല്ലതാണ്. ജർമ്മനി പോകണമെന്ന് ചിലപ്പോൾ തന്നെ ആഗ്രഹമുണ്ട്. ബാക്കിയുള്ള കൺട്രീസിനെ പോലെ ചിലവ് വരുന്നില്ല. അതാണ് മെയിൻ ആയിട്ടുള്ളൊരു കാര്യം. ബാക്കിയുള്ള കൺട്രീസിൽ മിക്ക കൺട്രീസിലും പിന്നെ ഈ ജർമ്മനി നമുക്ക് ഫ്രീ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ എല്ലാ സ്റ്റുഡൻസിനും അങ്ങോട്ട് പോകാനായിട്ട് കുറേ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഓസം. താങ്ക് യു ബെൻ ഫോർ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു റോഡ് മാപ്പ് തന്നെ തന്നു. എപ്പോഴാണ് ഏത് കുട്ടി ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ തുടങ്ങേണ്ടത്, ജർമ്മനിയിൽ എന്തൊക്കെ, ഞാൻ നഴ്സിംഗ് ആണ് ഏറ്റവും കൂടുതൽ കേട്ടിരിക്കുന്നത്, അതല്ലാതെ കോഴ്സസ് ഉണ്ടെന്നും, പിന്നെ ഈ കോഴ്സ് കഴിഞ്ഞിട്ട് ജോലി കിട്ടിയാൽ നമുക്ക് UG PG എല്ലാം ചെയ്യാമെന്നും, പിന്നെ അതൊരു ബ്യൂട്ടിഫുൾ കൺട്രി ആണെന്നും. ഈവൻ ലാംഗ്വേജ് വാസ് ഇറ്റ് ഈസി? അത് പഠിക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഈസി. എല്ലാവർക്കും നമുക്ക് പഠിക്കാൻ വേണ്ടുന്ന ഒരു ലാംഗ്വേജ് ആണ്. ഓക്കെ. അതിൻ്റെ ഗ്രാമറും മലയാളമായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? ഉണ്ട്. മലയാളത്തിലുള്ള ഏകദേശം സെയിം ഗ്രാമാറ്റിക്കുള്ള സ്ട്രക്ചറാണ് നമ്മൾ ജർമ്മനിലും വരുന്നത്. ഒരു മലയാളം സെൻറ്റൻസ് നമുക്ക് അതുപോലെ തന്നെ ജർമ്മൻ സെൻറ്റൻസുമായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അതേ സ്ട്രക്ചറിൽ തന്നെ. ബ്യൂട്ടിഫുൾ. സോ ഇറ്റ് വാസ് ഈസി? ഇറ്റ് വാസ് ഈസി. താങ്ക് യു.